ബെസ്റ്റ് ഹെയർ ഓയിൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തു. പക്ഷെ നിങ്ങൾ കുളിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾ ഹെയർ ബാത്ത് ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങളുടെ ഹെയറിന് അത് നല്ല രീതിക്ക് ബാധിക്കും തോന്നുന്നുണ്ടോ? ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന 5 മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് ആണ്. സോ പറഞ്ഞത് ഭയങ്കര നന്നായി പറഞ്ഞു. പക്ഷെ അത് എത്താത്ത ആൾക്കാരുണ്ടെങ്കിലും അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യണം. കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ മെയിൻ പോയിന്റ് ആയിട്ടുള്ള ഇത് നിങ്ങൾ ഈ മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലൗഡ്. കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കുന്ന ദിവസങ്ങളിൽ മാത്രം കൂടുതലായിട്ട് ഹെയർ ഫോൾ ഫീൽ ചെയ്യുന്നു. അങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ ഹെയറിനെ കംപ്ലൈന്റ് ചെയ്യാറുണ്ട് അല്ലെ? നിങ്ങൾ ശരിക്കും ഹെയറിനെ കംപ്ലൈന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിനെ പ്രോപ്പർ ആയിട്ടുള്ള രീതിക്കാണോ ട്രീറ്റ് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും നോക്കിയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഒരു സാധനത്തിന് പ്രോപ്പറായ രീതിക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ അടുത്ത് എന്തെയില്ല, എതിർപ്പ് കാണിക്കത്തില്ല. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉള്ള രീതിയിലല്ല ട്രീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യുന്നത്, അത് എതിർപ്പ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മിത്തായിരിക്കാം. മേ ബി നമ്മൾ പണ്ട് മുതലേ കേട്ട് വന്നിരിക്കുന്ന മിത്താണ്. അതായത് ഹെയർ ഓയിൽ നിങ്ങളുടെ ഹെയറിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി സഹായിക്കും, അല്ലെങ്കിൽ ഡെയിലി കുളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. ഇതൊക്കെ ശരിക്കും നമ്മൾ പണ്ട് ആരോ പറഞ്ഞ് പറ്റിച്ച സാധനങ്ങളാണ്. അതായത് ഹെയർ ഓയിൽ തേച്ചിട്ട് മുടി വളരുമെന്ന് വിചാരിക്കുന്നതോ അല്ലെങ്കിൽ ഡെയിലി കുളിക്കുക, ഡെയിലി 2 നേരം കുളിച്ചിട്ട് മുടി വളരുമെന്ന് വിചാരിക്കുന്നതോ അതൊക്കെ ശരിക്കും ഒരു മിത്താണ്, അല്ലെങ്കിൽ അതൊരു തെറ്റാണ്. ശരിക്കും അതൊന്നുമല്ല നമ്മുടെ ഹെയറിന് ശരിക്കും ആവശ്യമുള്ളത്. നമ്മൾ ഈ ഒരു സീരീസിലൂടെ തന്നെ മനസ്സിലാക്കിയതാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടത്, നമ്മൾ ഹെയർ ബാത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ഇപ്പം ഷവർ ബാത്ത് ആണ് ചെയ്യുന്നതെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ഹെയറിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഭയങ്കര ഫോഴ്സിലാണ് നമ്മുടെ തലയിലേക്ക് വെള്ളം വീഴുന്നത്. അപ്പൊ നമ്മളുടെ ഹെയറിന്റെ റൂട്ടിലേക്ക് അത് നല്ല രീതിക്ക് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ സ്കാൽപ്പിനും റൂട്ടിനും അത് നല്ല രീതിക്ക് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ ഇന്ന് മുതൽ നമ്മളിപ്പോ ഈ സീരീസ് കണ്ട് നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഷവർ ബാത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇപ്പം എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെക്കുക, എന്നിട്ട് മഗ് എടുത്തിട്ട് നമ്മുടെ തലയിലേക്ക് അങ്ങനെ ഒഴിക്കുക. അതായത് നമ്മൾ കൈ വെച്ചിട്ട് കയ്യിലേക്ക് ഒഴിക്കുന്നതാണ് പണ്ടത്തെ ഒരു രീതി എന്ന് പറയുന്നത്. നിങ്ങൾ മഗ് വെച്ച് ഡയറക്റ്റ് ഒഴിക്കും, അല്ലെങ്കിൽ കയ്യിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ഹെയറിലേക്ക് ആക്കുന്ന രീതിക്ക്. അതല്ലാണ്ട് ഷവർ ബാത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിന് അടിയിലൊക്കെ പോയി നിൽക്കത്തില്ല, അതൊന്നും ശരിക്കും നമ്മുടെ ഹെയറിനകത്ത് നല്ല കാര്യമല്ല. പക്ഷെ അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യാത്ത കാര്യമാണ്. ഷവർ ബാത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുളിക്കുന്ന സമയത്തൊക്കെ ഷവർ ബാത്താണ്. അപ്പം ആ സാധനം നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. ദാറ്റ് ഇസ് ദ മിസ്റ്റേക്ക് നമ്പർ 1. ആൻഡ് മിസ്റ്റേക്ക് നമ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞ തന്നെ നമ്മളെ ഓയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഡെയിലി നല്ല രീതിക്ക് എണ്ണ അല്ലെങ്കിൽ ഓയിൽ നല്ല രീതിക്ക് തലയിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യും അല്ലെ? അത് ഡെയിലി ശരിക്കും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു പെർട്ടിക്കുലർ സൈക്കിൾ ആയിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കാം. അത് ഒരു ദിവസം ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടിട്ടോ ഓയിൽ എടുക്കുക. ഓയിൽ ഇടുന്ന ദിവസങ്ങൾ മാത്രം ഷാമ്പൂ ചെയ്യുക. ശരിക്കും നിങ്ങൾ ഓയിൽ ഇടുന്നത് മാത്രമല്ല ശരിക്കും ഷാമ്പൂ യൂസ് ചെയ്യുന്നത് അല്ലെ? അതായത് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഓയിൽ കളയാൻ വേണ്ടിയിട്ട്. കൂടുതൽ ഓയിൽ ഇട്ടെന്ന് കരുതിയിട്ട് നിങ്ങളെ തലയിലേക്ക് കൂടുതലായിട്ട് ഒരു ദിവസം കൊണ്ട് ഓവർനൈറ്റ് മുടി വളർത്തുന്നില്ല. അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സൈക്കിളായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലേക്ക് ഒക്കെ മാറ്റാം. കാരണം ഡെയിലി നിങ്ങൾ ഓയിൽ ഇടുന്നു, ഡെയിലി അത് കളയാൻ വേണ്ടി നിങ്ങൾ വേറെ കെമിക്കൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ മുടി അത് സഹിക്കുക? അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ എന്ന് പറഞ്ഞാൽ വളരെ കെമിക്കലാണ്. നിങ്ങൾ പുറമേ നിന്നാണ് ഓയിൽ മേടിക്കുന്നെങ്കിൽ അത് ഓർഗാനിക് ആണോ കെമിക്കൽ ആണോ നമുക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാം. അതൊരു പെർട്ടിക്കുലർ സൈക്കിൾ ആക്കി മാറ്റാൻ വേണ്ടി നോക്കാം. ആൻഡ് മിസ്റ്റേക്ക് നമ്പർ 3 എന്ന് പറയുന്നത് ഷാമ്പൂ, ഓവർ ആയിട്ടുള്ള ഷാമ്പൂ യൂസ്. ഇപ്പൊ ഷാമ്പൂ യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര ചെറിയ പാക്കറ്റ് ആണെങ്കിലും എത്ര വലിയ പാക്കറ്റ് ആണെങ്കിലും നമ്മൾ ഒരു ഡെയിലി കുളിക്കുന്ന സമയത്ത് എടുക്കുന്ന ഷാമ്പൂന്റെ അളവ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എടുക്കുക. അതായത് കൂടുതലും അവരത് കുറവാവരുത്. നമുക്കറിയാലോ, നമ്മൾ ഡെയിലി ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഷാമ്പൂ എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ചാണ് ഷാമ്പൂ എടുക്കുക. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒരു 1 or 2 ഡ്രോപ്പ് ഷാമ്പൂ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അത് ഡയലൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാമ്പൂന്റെ എമൗണ്ട് കൂടും. നമുക്ക് എന്നിട്ട് നമ്മുടെ എന്റെ ഹെയറിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കെമിക്കൽ ഡയലൂട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മൾ കുറെ എടുത്തിട്ട് എന്റെ ഹെയറിലേക്ക് വേണ്ടിയിട്ട് കുറെ ഷാമ്പൂ എടുക്കുന്നതിന് പകരം കുറച്ച് ഷാമ്പൂ എടുത്തിട്ട് അതിനെ ഡയലൂട്ട് ചെയ്തിട്ട് ഹെയറിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കാം. അപ്പം അത് കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് ആണത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്തൊരു മിസ്റ്റേക്ക്. നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരൊന്നും ഈ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ ഈ മിസ്റ്റേക്ക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഹെയർ ഗ്രോത്ത് എന്ത് ചെയ്യണ്ട, സ്വപ്നം കാണണ്ട. ബിക്കോസ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് മാറ്റി വെക്കാൻ വേണ്ടി പറ്റില്ല എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് ഷാമ്പൂവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതാണ് നമ്മുടെ മിസ്റ്റേക്ക് നമ്പർ 3. ആൻഡ് മിസ്റ്റേക്ക് നമ്പർ 4 എന്ന് പറയുന്നത്, അത് ഈ ഷാമ്പൂ ഓയിലിനെ കണക്ട് ചെയ്യുന്ന സാധനമാണ്. അതായത് നമ്മൾ ഷാമ്പൂ ഇടുന്നു അല്ലെങ്കിൽ ഓയിൽ ഇടുന്നു, പക്ഷെ പ്രോപ്പർ ആയിട്ട് റിൻസ് ചെയ്തത് ഒഴിവാക്കുന്നില്ല, പ്രോപ്പർ ആയിട്ട് അത് കഴുകി കളയുന്നില്ല. നമ്മൾ ഷാമ്പൂ ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ ഹെയറെ നമ്മൾ മുന്നോട്ടേക്ക് എടുത്തിട്ട് അതിങ്ങനെ പിഴിഞ്ഞിട്ട് തീരെ പത വരാത്ത മെത്തേഡാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വേണ്ടി കാണിക്കാം കേട്ടോ. അതായത് നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് തീരെ പത വരുന്നില്ല എന്ന് ഉറപ്പിക്കുക. ഈ നമ്മളുടെ ഇവിടുന്ന് എല്ലാം രീതിയിൽ നിന്നും ഷാമ്പൂ നമ്മൾ നല്ല വൃത്തിക്ക് കഴുകി കളഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. ചില ആൾക്കാരുണ്ട് ഷാമ്പൂ നല്ല സ്മെല്ലായതുകൊണ്ട് കുറച്ച് ആ സ്മെല്ലൊക്കെ അവിടെ നിന്നോട്ടെ എന്നുള്ള രീതിക്ക് ചെയ്യുന്നത്. പക്ഷെ
അത് നമ്മുടെ ഹെയറിന് നല്ലതല്ല. അപ്പൊ നമ്മൾ കെമിക്കലാണ് അത് അതിന്റെ പണി എടുത്തതിന് ശേഷം അതിന്റെ കംപ്ലീറ്റ് നമ്മൾ സ്പോട്ട് തന്നെ എടുത്ത് ഒഴിവാക്കി കളയാം. ഷാമ്പു ആയിക്കോട്ടെ, കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടീഷണർ ആയിക്കോട്ടെ, നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാസ്ക് ആയിക്കോട്ടെ, ഇതെല്ലാം ഹെയറിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രോപ്പർ ആയ രീതിക്ക് വൃത്തിക്ക് സ്പോട്ട് തന്നെ നിങ്ങൾ റിൻസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് നമ്മുടെ മിസ്റ്റേക്ക് നമ്പർ 4. നമ്മുടെ മിസ്റ്റേക്ക് നമ്പർ 5 അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ ഭയങ്കര ശക്തിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രാച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർക്ക് കിടന്ന് കൂടുതലായിട്ടുണ്ടാവുക, അത് നല്ല രീതിക്ക് നിങ്ങൾ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ സ്കാൽപ്പിനെ ഹേർട്ട് ചെയ്യാണ്. അവിടെ എന്തെങ്കിലും മുറിവ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നഖം വളർത്താത്ത ആൾക്കാരാണെങ്കിലും ചെറിയ രീതിക്ക് നമുക്ക് എല്ലാവർക്കും നഖമുണ്ട്. അത് നമ്മുടെ ഡാൻഡ്രഫ് ആണെങ്കിലും അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്ത് കളയുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിനെ നല്ല രീതിക്ക് അത് ഹേർട്ട് ചെയ്യാണ്. പിന്നെ അതിന് പിന്നെ ഫംഗസ് ആയി അല്ലെങ്കിൽ ഈ ഡാൻഡ്രഫ് സ്പ്രെഡ് ആവും. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ സ്കാൽപ്പ് ശരിക്കും നമ്മൾ ഭയങ്കര മൈൽഡ് ആയിട്ട് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. കാരണം നമ്മുടെ ഹെയറിന്റെ റൂട്ട് അവിടെയാണ് സേഫ് ആയിരിക്കുന്നത്. സോ അതിന് ഹാർഡായ രീതിക്ക് നിങ്ങൾ സ്ക്രാച്ച് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യരുത്. അതാണ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ്. അത് നിങ്ങൾ ഒഴിവാക്കുക. അതാണ് നമ്മുടെ മിസ്റ്റേക്ക് നമ്പർ 5. ഞാൻ ഈ മിസ്റ്റേക്കുകളെല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ, നിങ്ങൾ കൂടുതലായിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിലും കുറവായിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിലും ഹെയർ ഡാമേജ് ആവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെയർ വാഷിന് നിങ്ങൾക്ക് ഒരു റൂട്ടീൻ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാം. അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കുളിക്കാം, ഡെയിലി കുളിക്കേണ്ടവരാണ് ഡെയിലി കുളിക്കാം. പക്ഷെ ഒരു ദിവസം 2 നേരം 3 നേരം കുളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് ഒന്ന് വേർപ്പായി അപ്പം തന്നെ കുളിച്ച് കളയണം. അങ്ങനെ ഒരു ദിവസം രാവിലെയും കുളിക്കുന്നു, രാത്രിയും കുളിക്കുന്നു, ചിലപ്പം ഉച്ചയ്ക്കും കുളിക്കുന്നു. അത് അനാവശ്യമായിട്ട് നിങ്ങൾ വെറുതെ തല ഇടക്കിടക്ക് കുളിക്കേണ്ട ആവശ്യമില്ല. അത് അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് തന്നെ കൂടുതലായാലും കുറച്ചായിട്ടുണ്ടെങ്കിലും ഹെയർ ഡാമേജിന് കാരണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞത്. ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇതിന്റെ എന്ത് ചെയ്യേണ്ടത്, പ്രോപ്പർ വേ എന്ന് പറഞ്ഞത്. അതായത് ഓയിൽ ആവശ്യമുള്ള സമയത്ത് നമ്മള് തലയിൽ ഓയിൽ എടുത്ത സമയത്ത് നമ്മൾ മസാജിങ് ടൈം നമ്മൾ അതിന് കൊടുക്കുക. അതുപോലെ തന്നെ ഷാമ്പു മൈൽഡ് ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡൈലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പൊ കെമിക്കലിന്റെ അളവ് കുറയും. പിന്നെ ഹെയർ പാക്ക് അല്ലെങ്കിൽ ഷാമ്പു കണ്ടീഷണർ ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, അത് റിൻസ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഉറപ്പുവരുത്തുക. കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ഹെയറിന്റെ അറ്റത്ത് മാത്രം കണ്ടീഷണർ ചെയ്യാൻ വേണ്ടി നോക്കുക. അതൊരിക്കലും സ്കാൽപ്പിലേക്ക് കണ്ടീഷണർ എഫക്ട് ചെയ്തില്ല. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്രോപ്പർ ബാത്തിങ് വേ, അതായത് തല കുളിക്കുന്നതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒറ്റ പ്രൊഡക്റ്റോട് നമുക്ക് സാധ്യമാവുന്ന ഒരു സാധനമല്ല. നമ്മളിപ്പോ ഞാൻ എന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫുഡിൽ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഡെയിലി ഹാബിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്കൊരു മെന്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഹെയർ ഹെൽത്തും നോർമൽ ഹെൽത്തും എല്ലാം പാക്കേജ് ഉണ്ട്. ആക്ച്വലി വി ഡോണ്ട് നീഡ് എ പെർഫെക്റ്റ് ഹെയർ കെയർ, വി നീഡ് എ കൺസിസ്റ്റന്റ് ഹെയർ കെയർ. ഞാൻ ഈ വീഡിയോയിൽ ശരിക്കും ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹെയറിന്റെ പ്രോബ്ലംസ് സ്ട്രഗിൾസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണമായിരുന്നു. കാരണം എന്റെ ഹെയർ ജേണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയ സാധനം അതിന്റെയായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസ് നിങ്ങൾ തേടി പോകുന്നതിന് പകരം നിങ്ങളുടെ ഹെയർ എന്താണോ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹെയറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻഡ് ലാസ്റ്റ് എപ്പിസോഡ് ഓഫ് അവർ ഹെയർ ഗ്രോ സീരീസ്. നിങ്ങൾക്ക് ഈ സീരീസ് എന്റെ സീരീസ് ഇഷ്ടമായെന്ന് കേൾക്കുന്നു. ഈ സീരീസ് ഇന്ന് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു 14 പാർട്ടുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോയി കാണാം. എന്നിട്ട് എനിക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ DM ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു സീരീസ് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് ചാർട്ട് ഒക്കെ ഫോളോ ചെയ്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചാർട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്രത്തോളം റിസൾട്ട് കിട്ടുന്നത് എന്നോട് പറയണം. ഇനി നിങ്ങൾക്ക് ഡയറ്റ് ചാർട്ട് നിങ്ങൾ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇതുവരെ ഡയറ്റ് ചാർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറ്റ് അയച്ചു തരാം. അത് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ സീരീസ് കാണാൻ ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. മസ്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുക. ആൻഡ് ഇതെല്ലാം ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് DM ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. DM ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ID ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. അതല്ല എങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, എന്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും കണക്ട് ചെയ്തിരിക്കണം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.